ട്രംപ് വരട്ടിയിട്ടും ഇന്ത്യ ഭയപ്പെടുന്നില്ല. അതിനിടയിലാണ് ഡിസംബറോടുകൂടി തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് റഷ്യയുമായുള്ള എല്ലാ ബന്ധം ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തരം ഒരു നീക്കം. ഈ മാസം അവസാനത്ത് ഇപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രിയെ കണ്ടു, ചർച്ചകൾ നടത്തി. 10 വർഷത്തിനകം അവിടെ ജപ്പാൻകാരെ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നത് വൻപിച്ച ഒരു തുകയാണ്. 10 ട്രില്യൺ. നമ്മുടെ ഇക്കോണമി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നിക്ഷേപമാണ്. ആ നിക്ഷേപം ഉണ്ടാവുകയാണ്. ഇനി അടുത്തത് പോകുന്നത് ഈ മാസം അവസാനം തന്നെ ഓണക്കാലത്ത് ചൈനീസ് ചൈനയുടെ പരമാധികാരിയായിട്ടുള്ള ചെയർമാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും ചൈനയുടെ മേധാവിയും അതുപോലെ പട്ടാള തലവനുമായിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ട്, അത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയുമായിട്ട് അദ്ദേഹം കൂട്ടിമുട്ടുകയാണ്. SCO സബ്മിറ്റിൻ്റെ ഭാഗമായി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റിൽ വെച്ച് അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. ഇതൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിനെ മുൻപേ കൂട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഈ ലീഡർമാരെ കുറിച്ച് പറയാറുണ്ട്, അവർ വെല്ലുവിളികളെ അവസരങ്ങളായിട്ട് മാറ്റും. ദേ മേക്ക് ചാലഞ്ചസ് ഇൻടു ചാൻസസ് എന്നാണ് പറയാറുള്ളത്. എന്ന് പറയുന്ന പോലെ മോദി ഈ അവസരങ്ങളെല്ലാം മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജപ്പാൻ 10 ട്രില്യൺ നിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ആ വളർച്ചയിലേക്കുള്ള 2038 തന്നെ അമേരിക്കൻ ഇക്കണോമിയെ നമ്മൾ കടന്നു കയറും എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്നുള്ള സ്ഥാപനത്തിൽ ഏണസ്റ്റ് ആൻഡ് യങ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ കണക്കൂട്ടൽ. അല്പം വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണത്. വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥാപനം, അല്ലാതെ ജോർജ് സൊറോസിനെ പോലെ അങ്ങനെയുള്ളൊരു സ്ഥാപനമൊന്നുമല്ല. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ജപ്പാൻ്റെ ഇത് വരുന്നു. ഇതൊക്കെ ഇതിന് പുറമെ അല്ലാതെ തന്നെയാണ് നമ്മുടെ ഇത് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ GDP നിരക്ക് ഏതാണ്ട് 7.24% വർദ്ധിച്ചിരിക്കുന്നു. അല്ല, ഈ സാമ്പത്തിക മെച്ചം കൊണ്ടാണോ ഈ അമേരിക്ക തുടർച്ചയായി തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അമേരിക്കയുടെ ഇപ്പോൾ ചില പ്രസ്താവനകൾ വരുന്നത് ഉക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധം എന്നാണ് പറയുന്നത്. മോദിയാണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്നതെന്നാണ് ആ രീതിയിൽ. അതെ, ആ രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിട്ട് പോലും ഇന്ത്യ പിന്നോട്ടില്ല. നമ്മൾ ശാഖാചംക്രമണം നടത്തുകയാണെങ്കിലും പറയാം, ഒരൊറ്റ വാക്ക് അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. അതായത് ഇന്ത്യ ഒരു ചലഞ്ചർ ആണ് ഇന്ത്യ. അപ്പോൾ നമ്മളിപ്പോൾ ഏത് കളിയിലായാലും ശരി, കൂടെ വരുന്ന ആൾ കൂടെ എത്തുമ്പോൾ 3-ാം സ്ഥാനത്ത് നിന്ന ആൾ അല്ലെങ്കിൽ 5-ാം സ്ഥാനത്ത് നിന്ന ആൾ ട്രാക്കിൽ നമ്മുടെ 1-ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വേഗം ഒന്ന് കൂട്ടാൻ ശ്രമിക്കും, അവൻ്റെ വേഗം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് ഏത് കളിയായാലും അങ്ങനെയുള്ള കളികൾ കളിക്കും. അത്തരം ഒരു കളിയാണ് ഇപ്പോൾ ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഉയർന്നു വരുന്ന ശക്തിയാണെന്നുള്ളത് അവിടുത്തെ ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർക്ക് അറിയാം. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് 2038 ഭീഷണിയാണ്. അതാണിപ്പോൾ ഏൺസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ കണക്കുകൂട്ടൽ. 2038 അമേരിക്കൻ എക്കണോമിയെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കണോമി മാത്രമേ ഉള്ളൂ അതിൻ്റെ. അതിൻ്റെ ഉദാഹരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടും സാമ്പത്തിക വിദഗ്ധരെ ഞെട്ടിപ്പിച്ചുകൊണ്ടും വളർച്ച 7.24% ചൈനയുടെ വളർച്ച എന്ന് പറയുന്നത് 6.2 നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യയെ കുതിപ്പ്. ഇത് വലിയ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. എന്നിട്ട് മനോരമ ആഘോഷിക്കുക, രൂപ തകർന്നു, രൂപയുടെ വില പലപ്പോഴും തകരും, കൂടും. അതൊക്കെയാണ് മാർക്കറ്റിൻ്റെ സ്ഥിതി. ഒരു വാർത്ത പറഞ്ഞാൽ മതി, ഷെയർ മാർക്കറ്റ് ഓഹരികൾ ഇടിഞ്ഞു വീഴും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊരു പ്രധാന വാർത്തയായിട്ട് എടുത്ത് മനോരമ ആഘോഷിക്കുകയാണ് രാഹുലിൻ്റെ സ്റ്റൈലിൽ. ഇന്ത്യയുടെ പരാജയം ആഘോഷിക്കുന്ന രാഹുലിൻ്റെ പിന്തുണയ്ക്കുന്ന ആ പത്രം രൂപയുടെ മൂല്യം. ഇതിൽ വാർത്ത പ്രാധാന്യമുള്ളത് ഇന്ത്യ അൺഎക്സ്പെക്റ്റഡ്ലി, ആരും പ്രതീക്ഷിക്കാത്തതുപോലെ, ആരും ഇതുവരെ കണക്ക് കൂട്ടാത്തതുപോലെ 7.24% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചിരിക്കുകയാണ്. ഈ ഇന്ത്യ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ, മറ്റൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകുന്നില്ല. ഇത് വളരെ ലോകപ്രശസ്തമായിട്ടുള്ള, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയെ തമസ്കരിച്ചിട്ട് അവർ രൂപ ഇടിഞ്ഞു, രൂപയുടെ മൂല്യം സ്വർണത്തിൻ്റെ വില ഇടിയുന്നത് പോലെയും കൂടുന്ന പോലെയും, ഷെയർ മാർക്കറ്റിൽ ഓഹരി മാർക്കറ്റ് ഇടിയുന്നത് പോലെയും ഉയരുന്നത് പോലെയും, ബുൾസ് ആൻഡ് ബേഴ്സ് എന്നാണ് പറയുന്നത്, സംഭവിക്കുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് ഇന്ത്യ ഇപ്പോൾ തകരാൻ പോകുന്നു, ഇന്ത്യയുടെ ഡെഡ് എക്കോണമിയാണ് എന്ന് ട്രംപ് പറഞ്ഞതിനെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഹീനമായ ശ്രമങ്ങൾ മലയാളത്തിലെ മുത്തശ്ശിയായ ഒരു പത്രം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ജോർജ് സൊറോസിൻ്റെ പണമുണ്ടോ എന്നോ അതിൻ്റെ വായനക്കാർ പോലും സംശയിച്ചു പോകും. അവർ നിലവാരത്തിലേക്ക് പോകുന്നു. ഇന്ത്യ അപ്പോൾ ഇക്കണോമിയിൽ ഇന്ത്യ ആർക്കും നിഷേധിക്കാനാവാത്തതും അവഗണിക്കാനാവാത്തതുമായൊരു ശക്തിയാണ്. അതുകൊണ്ടാണ് ജപ്പാൻ വിശ്വാസപൂർവ്വം 10 ട്രില്യൺ ഇന്ത്യൻ ഇക്കോണമിയിൽ നിക്ഷേപിക്കുന്നത്. ഇനിയിപ്പോൾ ചൈനയിൽ പോകുമ്പോൾ ചൈന ഈ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ ഈ പ്രതികാര ചുങ്കം കൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ മൈറ്റിഗേറ്റ് ചെയ്യാനുള്ള നടപടികൾ ചെയ്യും. ഇന്ത്യ
വലിയൊരു ഭീഷണിയാണ്. അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവരുടെ പല പ്ലാനുകളും നടക്കാതെ പോകുമെന്നുള്ള പേടിയുണ്ട്. ആ ഒരു ശത്രുവിനെ നമ്മൾ സംഹരിക്കുക, ഒരുമിച്ച് വേണം എന്നുള്ളത് ഷീ ജിൻപിങ് അവർ രഹസ്യമായിട്ട് തന്നെ ഒരു ധാരണയിലെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ പറഞ്ഞത് ഇന്ത്യയോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം, ഇന്ത്യയെക്കുറിച്ച് അമേരിക്കയുടെ കണക്കുകൂട്ടൽ തെറ്റുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഓസ്ട്രേലിയ, എപ്പോഴും അമേരിക്കൻ പക്ഷത്തു നിൽക്കുന്ന ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഒപ്പം ചേർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ തന്നെ പലരും ഇക്കണോമിസ്റ്റുകൾ ഇത് മണ്ടത്തരമാണെന്ന് പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പലരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ശരി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഈ വർഷം അവസാനം, അതായത് ഈ വർഷം ഡിസംബറിൽ പുത്തിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ശക്തനായ നേതാവ്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുമ്പിൽ അലാസ്കയിൽ തിളങ്ങിയ നേതാവ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ നിമിഷത്തിൽ യുക്രൈൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പിടിച്ചടക്കിക്കൊണ്ട് ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളെ അനുസരിക്കുന്നതെന്ന് അമേരിക്കയെ പാഠം പഠിപ്പിച്ച വോളോദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത് അത് വലിയൊരു സംഭവമാണ്. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ ഈ റഷ്യയുടെ ശിഥിലീകരണത്തിന് ശേഷം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് ശേഷം. സോവിയറ്റ് യൂണിയൻ തകർന്നു എന്നുള്ളൊരു മട്ടിലായിരുന്നു ഇന്ത്യൻ വിദേശ നയം. ഇപ്പോൾ അത് മാറുകയാണ്. റഷ്യ ഈസ് അവർ ഓൾ വെതർ ഫ്രണ്ട്, എല്ലാ കാലാവസ്ഥയിലും നമുക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഉള്ളൊരു പരിഗണന വലതുപക്ഷക്കാരനായിട്ടുള്ള മോദി തന്നെ മുൻകൈയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ ജപ്പാനോ ചൈനയോ ഒക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ 10 മടങ്ങായിരിക്കും. അവർ തമ്മിലുള്ള ചർച്ച എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവസാനിക്കുക ഡോളറിനെ വെല്ലുവിളിക്കുന്ന ഒരു ആഗോള നാണയത്തിൻ്റെ സംബന്ധിച്ചുള്ള തുടർച്ച. പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അമേരിക്ക തകരും അങ്ങനെ വന്ന. ആ ഡോളറിൻ്റെ വില ഇന്ത്യൻ റുപ്പിയേക്കാൾ കൂടി എന്ന് പറഞ്ഞാണ് മനോരമ ഇപ്പോൾ ആഘോഷിക്കുന്നത്. വെറും താൽക്കാലികമായിട്ടൊരു പ്രതിഭാസമാണ്. ഈ വേറൊരു കാര്യം കൂടി നമ്മുടെ ഇക്കണോമിസ്റ്റ് വീക്കിലി വന്നൊരു കാര്യമാണ്, എ ട്രേഡ് വാർ ഈസ് നോട്ട് എ ഫിസിക്കൽ വാർ. നമ്മളിത് വലിയ ഈ ട്രേഡ് വാർ എന്ന് പറയുന്നത് ചുങ്കം കൊണ്ട് നടക്കുന്ന, ഭൗതികമായിട്ട് ആരും കൊല്ലപ്പെടുന്നില്ല ഇതിൽ. ഈ വലിയ മുതലാളിമാർക്ക് കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാക്കി എന്ന് വരാം. അതുപോലെ തന്നെ കുറേ കയറ്റുമതി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നഷ്ടമുണ്ടാക്കാം. തീർച്ചയായിട്ടും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലി പോകാം. അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് കുറച്ച് തൊഴിൽ നഷ്ടങ്ങളുണ്ടാവാം. പക്ഷെ നമ്മുടെ GDP വളർച്ചയെ അത് ബാധിക്കുന്നത് കേവലം 0.9% മാത്രമാണ്. അതിനെ തകർക്കാൻ കഴിയില്ല. ഈ 0.9% വേറെ എങ്ങനെ നമുക്ക് തിരിച്ചുവിടാമെന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും മോദിയുടെ ചർച്ചകൾ ഇത് ലോക നേതാക്കളുമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അതിന് അവർക്കൊരു വ്യക്തമായ പദ്ധതിയും രൂപരേഖയും ഇപ്പോൾ തന്നെ ഉണ്ട്. അതിലൂടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിനൊത്ത് ഉയർന്ന കേരളത്തിലെ ഒരു വ്യവസായിയാണ് ഈ കിറ്റക്സിൻ്റെ ചെയർമാനായിട്ടുള്ള ആൾ. അദ്ദേഹം ഇതിന് പകരമുള്ള അമേരിക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ 90% കയറ്റി അയച്ചിരുന്നത്. അതിപ്പോൾ അദ്ദേഹം പകരം മാർക്കറ്റുകൾ ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ ഇന്ത്യയിൽ തന്നെ മുംബൈ പോലുള്ള രാജ്യങ്ങളിൽ വമ്പിച്ച സ്വീകാര്യതയോടുകൂടി അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, അതിൻ്റെ 10 മടങ്ങ് ലാഭം, 10 മടങ്ങ് വരില്ല, കറക്റ്റായിട്ട് പറഞ്ഞാൽ 2.5 ഇരട്ടി ലാഭം അദ്ദേഹം ഈ മാർക്കറ്റുകളിലൂടെ കൈവരിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, അതിലൂടെ അവരുടെ സ്റ്റോറുകൾ ലോകം മുഴുവനും തുറക്കുകയാണ്. അതിലൂടെ നേരിട്ട് പണം കിട്ടുകയാണ്. അതുകൊണ്ട് വമ്പിച്ച ലാഭമാണ് തനിക്കുണ്ടായിട്ടുള്ളത്. ഈ ഒരു ട്രംപിന് അദ്ദേഹം നന്ദി പറയുക, ഇങ്ങനൊരു അവസരം സൃഷ്ടിച്ചു തന്നതിന്. ലാഭവിഹിതം വളരെ കൂട്ടാൻ പറ്റി. അത് നമ്മുടെ GDP ഗ്രോത്തിൽ പ്രതിഫലിക്കും. എല്ലാത്തിനും അങ്ങനെ സംഭവിച്ചു എന്ന് വരില്ല. കാരണം തുണികളെന്ന് പറഞ്ഞാൽ അത് ഡ്യൂറബിളായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. മീൻ അങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല. കൊഞ്ച്, കണവ, ഇതൊക്കെയാണ് നമ്മൾ കയറ്റി അയക്കുന്നത് കൂടുതലും. പണ്ട് തവളക്കാല് കയറ്റി അയച്ചിരുന്നു, അറിയാം. ഇപ്പോൾ തവളകളെ ഇല്ല. കാലുകളെല്ലാം മുറിക്കപ്പെട്ട തവളകൾ ചത്തു. അമേരിക്കക്കാർ നിന്ന് നമ്മുടെ തവളകളെ മുഴുവൻ കൊന്നു. ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന് ശരിയായ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വെല്ലുവിളികളെ അവസരങ്ങളാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കുന്നേ ഉള്ളൂ. അത് സാധിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ് ഭാഗ്യവശാൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാൽ ഇവരിങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യത്തിൽ സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ ഒരു രാഷ്ട്രീയമായിട്ടോ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.